നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, വില പിടിച്ചുള്ള ഉപദേശങ്ങൾ ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ലാ പേര്, നക്ഷത്രം ഇതെല്ലാം അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് 2025 വർഷത്തിലെ തുലാക്കൂറുകാരുടെ ഫലത്തെയാണ്. തുലാക്കൂറ് എന്ന് പറയുന്നത് ചിത്രയുടെ 30 നാഴികയും ചോതി വിശാഖത്തിന്റെ 3/4 ഭാഗവും ചേർന്നതാണ്. തുലാക്കൂറുകാർ നല്ല ആത്മീയവും ദൈവീകം, ഭക്തി, വ്യാപാര സാമർഥ്യം, ബന്ധുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് രക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ബന്ധുക്കൾക്ക് എന്തൊക്കെ ഉപകാരം ചെയ്താലും ബന്ധുക്കൾ വന്ദിക്കില്ല, നിന്ദിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ബന്ധുഗുണം വളരെ കുറവാണ്. പിന്നെ ഇവർക്ക് ആരും സ്നേഹിച്ചില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും അവരുടെ അധ്വാനവും പരിശ്രമവും കൊണ്ട് സഹിച്ച് പൊറുത്ത് സ്നേഹിച്ച് ജീവിക്കാൻ ഈ കൂറുകാർക്ക് അറിയാവൂ. ഇപ്പം ഒരുപാട് വിഷമതകൾ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം മെയ് മാസം വരെ ഇത്തിരി കുരുക്കാണ് ഈ തുല രാശിക്കൂറുകാർക്ക്. വേഴഗ്രഹം 8 സഞ്ചരിക്കുന്ന സമയമാണ്. 8 വേഴം നിൽക്കുന്ന സമയം വളരെ ദോഷമാണെന്നാണ് ഫലം. കാരണം ഏറ്റവും ഭാഗ്യവും സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും സന്തതിയൊക്കെ തരുന്ന ഗ്രഹമാണ് വേഴൻ. ഈ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം 8 നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വരുമാന മാർഗങ്ങൾ അങ്ങ് നിന്നു പോകും. പല വ്യവസായങ്ങളും തൊഴിലാളികളും മുതലാളികളും ഒക്കെ കലപിച്ചു പോകും. പെട്ടെന്ന് നമ്മുടെ ജോലിയിൽ തന്നെ ഒരു മെച്ചം നേട്ടം കിട്ടണില്ലെന്നും കൊണ്ടെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ തോന്നും. ഉള്ള ജോലി കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നെന്നും കൊണ്ട് നാടും വീടും വിട്ട് പോകാൻ തോന്നും. ഒരുപാട് ശത്രുക്കളും സാമ്പത്തിക ക്ലേശങ്ങളും ഉണ്ടാകും. നമ്മൾ എവിടെ നിന്നൊക്കെ പൈസ കിട്ടും, അവിടെ നിന്നൊക്കെ പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുന്നവരാണ്. ബാങ്കിൽ നിന്ന് പോലും പൈസകൾ നമുക്ക് ലോൺ എടുത്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും. ചിലപ്പം ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസകൾ പോലും കൊടുക്കാൻ പറ്റാതെ ബാങ്കുകാർ തന്നെ ക്ഷണിയും ഭീഷണിയും മുടക്കുന്ന സമയവും. പ്രൈവറ്റ് കിടങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്ന് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കി നമ്മളെ നാണം കെടുത്തുന്ന സമയമാണ്. സാമ്പത്തിക ഇടപാടുകളെല്ലാം സൂക്ഷിക്കണം. നമുക്ക് ഉള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. വീടൊപ്പം വസ്തു വായ്പൊക്കെ ചെയ്യണതിൽ പൈസ നഷ്ടപ്പെടുന്നതും കടമാവുന്നതിലും കുഴപ്പമില്ല. പക്ഷെ എങ്കിലും നമ്മൾ കുറച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കൊരുപാട് വിഷമതകൾ മെയ് മാസം വരെ ഉണ്ട്. വേഴെട്ട് നിൽക്കുമ്പോൾ വിത്തക്ഷയം, പ്രവാസാൻ, രോഗാൻ, ജനന്തി, മരണഭീതി, വിത്തക്ഷയം, ധനനഷ്ടം. ഈ ഇരിക്കുന്ന പൈസയൊക്കെ എങ്ങനെ പോയാൽ എന്തോന്ന് തോന്നും. ധനനഷ്ടങ്ങൾ. പ്രവാസി നാടും വീടും വിട്ട് പോകുന്ന ആളിനാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട് സ്ഥലമൊക്കെ വിറ്റുപറക്കിയും വിട്ടുമാറിയും പോകണമെന്ന് തോന്നും. ഇവിടെ നിൽക്കുന്ന ഒരാളിന് വിദേശത്ത് പോകണമെന്ന് തോന്നും. വിദേശത്ത് ചെന്നിട്ട് അവിടെ ശരിയല്ലാതും കൊണ്ട് വേറെ നാട്ടിലേക്ക് പോകണമെന്ന് തോന്നും. അങ്ങനെ ഒരു രാജ്യത്തിലും ഒരു പ്രവൃത്തിയിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് തോന്നാതെ പരാജയങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. നല്ല പ്രൊമോഷൻ കിട്ടണില്ല, സാലറി കിട്ടണില്ല, ബിസിനസ്സിന് മെച്ചം കിട്ടണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എത്രയോ വർഷം കൊണ്ട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ സ്ഥാനത്ത് ഓരോ ബിസിനസ്സിൽ ഓരോ ജോലിയിൽ നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് വലിയ പ്രയാസം കൊണ്ട് ജോലി നഷ്ടപ്പെട്ട എങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും? അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കണം. മെയ് കഴിയുമ്പോൾ പിന്നെ 3 വർഷം വേഴെട്ടിൽ നിന്ന് മാറിയ 9-ലും 10-ലും 11-ലും നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കാനുള്ള അവസരമുണ്ട്. അപ്പോഴും നല്ല സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കിട്ടും. വേഴെട്ട് നിൽക്കുമ്പോൾ ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രം മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ്. ബുദ്ധി നമുക്ക് നല്ല ബുദ്ധിരാക്ഷസന്മാരായിരുന്നാലും ആലോചിക്കാതെ ചിന്തിക്കാതെ ചാടിക്കളയും. അങ്ങനെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ പരാജയം വരും.
പുത്തര് മക്കളുമായിട്ടും വഴക്കും ഓടക്കൊക്കെ ഉണ്ടായിപ്പോവും. ഉള്ള പിള്ളേർ പറഞ്ഞാൽ കേൾക്കൂല. അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും നമ്മൾ വഴങ്ങി ജീവിച്ചില്ലെങ്കിൽ നീ മക്കൾ കലപിച്ചു പോവുകയും മരിച്ചു പോവുകയൊക്കെ ചെയ്യും. പിള്ളേരും പഠിക്കുന്നില്ല, ജയിക്കുന്നില്ല, രക്ഷപ്പെടുന്നില്ല, പറഞ്ഞാൽ കേൾക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെയും നമുക്ക് കണ്ടുകൂടാതാവും. അത് നമ്മളെ നാളനുസരിച്ച് ഈ കുഴപ്പമുണ്ടെങ്കിലും മക്കളുടെ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ അവർ വിജയിച്ച് നേടുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മക്കൾക്ക് സമയദോഷമുണ്ടെങ്കിൽ അവറ്റങ്ങൾ അള്ളാനും നുള്ളാനൊന്നും പോകരുത്. അവർക്ക് സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജയൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് നല്ലത് വരും. നമ്മുടെ സന്താനങ്ങളുമായിട്ടും വഴക്കിനും അവരുടെ കല്യാണക്കാര്യം, വിദ്യാകാര്യത്തിനൊന്നും കാക്കുമെന്ന് പറഞ്ഞ് പിള്ളേരെ വിഷമിപ്പിക്കരുത്. സന്താനങ്ങൾ മരിച്ചു കളയാനും മക്കൾക്ക് ആപത്ത് അപകടമൊക്കെ ഉള്ള സമയമാണ്. അത് വഴക്കൂടിയില്ലെങ്കിൽ അവർക്ക് ചില ഗ്രഹപ്പിഴകളെ കൊണ്ട് നമുക്ക് മാനസിക പ്രയാസം ബാധിക്കുന്ന സമയമാണ്. രോഗങ്ങളും കടങ്ങളും കഷ്ടതകളും അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും അവരുടെ കാര്യത്തിന് പോലും പൈസ തികയുന്നില്ലെന്ന് തോന്നി എല്ലാം വിറ്റുപറക്കി അവർക്ക് നല്ലത് വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. നല്ലതായിട്ട് വരട്ടെ, കുഴപ്പമില്ല. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ച് ബാധ്യതകൾ അമിതമായിട്ട് വരുമ്പോഴാണ് നമ്മൾ തകർന്നു പോകണം. അപ്പോൾ ബാധ്യതയില്ലാത്ത പദ്ധതികൾ നമ്മൾ ചെയ്യണം. ആ സന്താനത്തിന് പിന്നെ ഭാഗ്യത്തിന് അഭിവൃദ്ധിക്ക് തടസ്സം. നമ്മൾ ഇത്രയും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയില്ലല്ലോ, സഹായം കിട്ടിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് വിചാരിക്കും. ഭഗവാൻ നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് തോന്നും ഭഗവാനെ വിളിച്ചിട്ടും പൂജ കഴിച്ചും മന്ത്രവാദം ചെയ്തിട്ടും ആശുപത്രിയിൽ പോയിട്ടും കോടതിയിൽ പോയിട്ടുണ്ട് ഒരു ഗതിയും കിട്ടിയില്ലേ എൻ്റെ പൊന്ന് ദൈവങ്ങളെ എന്ന് വിചാരിച്ചു പോകും. ദൈവങ്ങളെ വരെ വെറുത്തു പോകും. ചിലവരാണെങ്കിൽ ആ ജാതിയും മതമൊക്കെ മാറിപ്പോകാൻ തോന്നിപ്പോൾ അവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദോഷം മാറിക്കിട്ടും. അങ്ങനെയൊന്നും മാറൂല. മാറിപ്പോയിട്ടുള്ളവർക്കും വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയധികം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ. ഭയങ്കര ദോഷം പിടിച്ച ഒരു സമയമാണ്. ശനി മാർച്ച് മാസം വരെ 5 നീക്കിയാണ്. 5 നീക്കുമ്പോൾ കണ്ടകശനി, ഏഴരണ്ട ശനി പോലുള്ള ദോഷങ്ങളൊന്നുമില്ല. നല്ല ആരോഗ്യവും ബുദ്ധിയും ശക്തിയും ഐശ്വര്യങ്ങളും അപവൃത്തികളും പ്രതാപങ്ങളും ഒക്കെ കിട്ടും. ശനി മാർച്ച് മാസം കഴിയുമ്പോൾ 6ലേക്ക് വരും. അവിടെയാണ് നമുക്കിത് കുരുക്ക് വരുന്നത്. 6 പറയുന്നത് കൃതാർത്ഥ ചോര ക്ഷത രോഗ ശത്രുന്നാണ്. ബാധ്യത കൂടി വരും. കടങ്ങളിൽ കൂടും. കടങ്ങൾ കൂടുമ്പോൾ നമ്മൾ പേടിക്കരുത്. 2.5 വർഷത്തേക്കാണ് ശനി നമുക്ക് 6 വരുന്നത്. അപ്പോൾ ഈ 6 മാസം കഴിയുമ്പോൾ മെയ് കഴിയുമ്പോൾ 7, 9 വരുമ്പോൾ കുഴപ്പങ്ങൾ 90% മാറും. പിന്നെ 8 വേഴം മാറിയാൽ 9 വരുന്നത്. അപ്പോൾ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദവും. ഗുരുക്കന്മാർ, ഈശ്വരന്മാർ എല്ലാവരും പ്രസാദിക്കും. വൃദ്ധർ ഭാഗ്യസ്യ ധർമ്മസ്യ, ഭാഗ്യ ധർമാദികളും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭതപസ്, നമ്മളെന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും അതൊക്കെ നേടി ജയിക്കും. പൗത്രസൂക്ഷ്യം, പുത്രൻ്റെ പുത്രൻ പൗത്രൻ, നല്ല ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ കിട്ടും. അപ്പോൾ ശനി 6 നിൽക്കുന്നത് കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ കുറച്ച് കടം വരും. ക്ഷരം മറിഞ്ഞു വീണ് കൈകാല അപകടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വാഹനങ്ങൾ ഓട്ടിക്കണം, സൂക്ഷിക്കണം, മൃത്യുഞ്ജോമം ചെയ്യണം. ഭയങ്കര അലസത തടസ്സം വരും. അതിന് ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം. രോഗങ്ങൾ, ചെറിയ അസുഖം വന്നാൽ നേരെ ആശുപത്രിയിൽ പോകണം, മരുന്ന് കഴിക്കണം. ശത്രു എന്ന് പറയുന്നത് ആരോടും അങ്ങോട്ട് കയറി അടിക്കാനും വഴുകൂടാനൊന്നും പോകരുത്. ഒരുപാട് ശത്രുക്കളും ഏഷണിയും ഭീഷണിയൊക്കെ ഉള്ള സമയമാണ് ശനി 6 വരും. പക്ഷെ മീനൻ രാശി നിൽക്കുന്ന ശനി നല്ലതെന്നാണ്. ഗുരുർ സ്വച്ഛോത്തസ്തേ നൃപതി സദൃശ്യ ഗ്രാമപുരവഃ വിദ്വാഞ്ചാര്യങ്കോ ദിനകരസമോ അന്യത്ര കരുതാഹ. ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി, സ്വക്ഷേത്രത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി, അതൊക്കെ നൃപതി സദൃശ്യ, രാജാവിനെ പോലെ നല്ല ഐശ്വര്യം അഭിവൃദ്ധിയും കിട്ടും. ഗ്രാമപുര സംഘം, സമുദായം, അധികാരം ഇതൊക്കെ കിട്ടും. ജോലിയിൽ നല്ല പ്രൊമോഷൻ, സാലറി മെച്ചം കിട്ടും. അങ്ങനെ നമുക്ക് വലിയ ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അപ്പോൾ ശനി മീനൻ രാശി നിൽക്കുന്നത് അത്ര ഭീഷണിയല്ല. എങ്കിലും രോഗത്തെ സൂക്ഷിക്കണം, ശത്രുവിനെ സൂക്ഷിക്കണം. പൊതുവേ നമ്മളെ ജാതകം ഒന്ന് പരിശോധിക്കണം. ജാതകത്തിൽ നല്ല ദശാകാലം, നല്ല യോഗങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ദോഷം വളരെ കുറച്ച് മാത്രമേ നമ്മളെ ബാധിക്കൂ. ജാതകത്തിൽ ഗൃഹപ്പടിയും ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ
നമുക്ക് കുറച്ച് വിഷമതകൾ കൂടി വരും. അതിന് നമ്മുടെ ദോഷം എന്തിനാണെന്ന് നോക്കണ്ട. നല്ലതുണ്ടെങ്കിലും കെട്ടതുണ്ടെങ്കിലും ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയോമം, ശത്രുസംഹാര പൂജ, ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജയൊക്കെ ചെയ്താൽ മതി. ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനത്തീയതി സമയമൊക്കെ വാട്സപ്പിൽ അയച്ചാണ്, യൂട്യൂബിൽ അയച്ചു തരുന്നത്. വാട്സപ്പിൽ അയച്ചാൽ പെട്ടെന്ന് നോക്കി കണ്ടുപിടിച്ച് മറുപടി പറയാൻ പറ്റും. പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ദർശനം നടത്താൻ പറ്റുമെങ്കിൽ വന്ന് പ്രാർത്ഥിച്ച ഒരുപാട് വിഷമതകൾ മാറിക്കിട്ടും. കാരണം കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി to 7 മണി വരെ അഭിഷേകങ്ങൾ, പാല്, തൈര്, വെണ്ണ, കരുത്, പനിനീര്, കളഭം, കുങ്കുമം, ഇങ്ങനെയുള്ള വിശിഷ്ട ദ്രവ്യങ്ങൾ പൂജിച്ച് അഭിഷേകം ഒക്കെ ചെയ്യും. ഭസ്മാഭിഷേകമുണ്ട്, പുഷ്പാഭിഷേകമുണ്ട്, ആരതിയുണ്ട്. വലിയ വിശിഷ്ടമായ പൂജയാണ് എല്ലാ അമാവാസ്യയോടും നടത്തി വരുന്നത്. പറ്റുമെങ്കിൽ അതിൽ പങ്കെടുത്താൽ ഒരുപാട് ദോഷങ്ങളും മാറും. പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ വഴിപാടുകളോ അല്ലാതെ പൂജകളോ വല്ലതും നടത്താൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങളും വിശ്വാസികളും നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാം മെയ് മാസം വരെയുള്ള കഷ്ടപ്പാടൊന്ന് സഹിക്കുകയും അത് കഴിയുമ്പോൾ നല്ലത് വരും. ജോലി കളയരുത്, നിങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടരുത്, വരുമാനങ്ങളും നേട്ടങ്ങൾക്കും കോട്ടമെന്ന് കരുതി വിഷമിക്കരുത്. പിള്ളേരെ സ്നേഹിച്ച്, ബന്ധുക്കളെ സ്നേഹിച്ച്, ക്ഷമിച്ച്, മരുന്നും മന്ത്രമൊക്കെ ചെയ്ത് നിങ്ങളെയും നിങ്ങളുടെ പിള്ളേരെയും കുടുംബത്തെയും നല്ല രീതിയിൽ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും സ്നേഹങ്ങളും കൊണ്ട് ജീവിതം ധന്യമാക്കുന്നതിന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.